കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം, വരവേറ്റിടാം വരവെതിരേറ്റിടാം. താലോലം പൂം പൈതലേ താരാട്ടാൻ വാതന്നലെ, ഈ താമരപ്പൂം കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ. കടലേഴും താണ്ടുന്ന കാറ്റേ, കടലോരക്കാറ്റേ നീ വായോ, തിരപാടും താളത്തിലാടി ഒരു തോണി അമ്മാനമാടി. എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, ഈ നാനും പോകുഞ്ചോ കുറിഞ്ചി മലയിലു. അനാദിഗായകൻ പാടുന്നു, അറിവിൻ മുറിവുള്ള മാനസത്തിൽ, അമ്പലനടയിലെ ആലിലയിൽ. ഇനി നമുക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങൾ സംസാരിക്കാം. സാറിന്റെ ഏറ്റവും വലിയൊരു ഹിറ്റ് സോങ് ആയിരുന്നു ഗോഡ് ഫാദർ മൂവിയിലെ മന്ത്രി കൊച്ചമ്മ. ആ ഒരു പാട്ടിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാല് ഞാൻ സിനിമയിൽ വരുന്നത്, ഞാൻ പറഞ്ഞില്ല, ഗാനമേളകളിൽ കൂടിയാണ് സിനിമയിൽ വരുന്നത്. ആദ്യത്തെ സിനിമ 1981 കേൾക്കാത്ത ശബ്ദം. അപ്പോൾ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ അന്നത്തെ വലിയൊരു ഡയറക്ടറും ആക്ടറും എഴുത്തുകാരനും ഒക്കെയാണ് പുള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് ഞാൻ രംഗത്ത് വരുന്നത്. മാത്രമല്ല ദേവരായ മാഷിൻ്റെ വലിയൊരു എന്താ പറയുക അസിസ്റ്റൻ്റ് ആയിരുന്നു ജോൺസൺ മാഷ്. അപ്പോൾ ജോൺസൺ മാഷായിരുന്നു അതിൻ്റെ സംഗീതം. പിന്നെ കൂടാതെ അന്നത്തെ ഒരു 4-5 അറിയപ്പെടുന്ന സിനിമയിലെ പാട്ടുകൾ എഴുതിയ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ ലിറിക്സ്. അപ്പം അങ്ങനെ കേൾക്കാത്ത ശബ്ദം എനിക്കൊരു നല്ല ബ്രേക്കായിട്ട് കിട്ടി. അത് കഴിഞ്ഞ ഉടൻ തന്നെ രതിലയം, കൂലി, സ്രാവ്, ഭൂകമ്പം, ഇങ്ങനെ കുറച്ച് പടങ്ങൾ വന്ന് സിനിമയിലോട്ട് ലൈവായിട്ട് വരികയായിരുന്നു. ആ ഇടയ്ക്ക് ഒരു 85 കാലഘട്ടത്തിൽ നിറക്കൂട്ടിലെ പൂമാനമേ എന്നുള്ള പാട്ട് ഞാൻ പാടുന്നു. 85 ഏതാണ്ട് അവസാനമായി. അപ്പം അന്ന് ഈ ഗൾഫിൽ ഇന്നത്തെ പോലെ പ്രോഗ്രാംസ് ഒന്നും അധികം ഇല്ല. അറിയപ്പെടുന്ന പാട്ടുകാർക്ക് മാത്രമേ അന്ന് അവിടെയൊക്കെ പ്രോഗ്രാംസ് ഉള്ളൂ. യേശുദാസിനെ പോലെയോ അല്ലെ അതുപോലുള്ള ആൾക്കാർക്കൊക്കെ അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് 85 ഗൾഫിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു ബ്രേക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ആദ്യത്തെ പ്രാവശ്യം ബഹ്റൈനിൽ. അത് കഴിഞ്ഞ് ഉടൻ തന്നെ 86 ഫെബ്രുവരിയിലേക്ക് ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യുകയാണ് UAE വിത്ത് ഓർക്കസ്ട്ര. 5 പ്രോഗ്രാം. അപ്പോൾ UAE എന്ന് പറയുന്നത് 7 സ്റ്റേറ്റാണ്, അതിൽ 5 പ്രോഗ്രാം. അങ്ങനെ അത് അഗ്രി ചെയ്യുന്നു, അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 17 UAE എത്തുന്നു. അബുദാബിയിലായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് ഫെബ്രുവരി 18 ഞാൻ അബുദാബിയിൽ നിന്ന് അലൈനിന് പോകുന്ന വഴിക്കൊരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ 3 പേര് ഓൺ ദ സ്പോട്ട് മരിക്കുന്നു. ഞാനും എൻ്റെ കൂടെ പാടാൻ വന്ന കുട്ടിയും രക്ഷപ്പെട്ടു. അതിൻ്റെ അമ്മ മരിച്ചു. അങ്ങനെ 3 മാസത്തോളം ഞാൻ അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആശുപത്രിയിൽ കിടന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ പൂമാനമേ ഇറങ്ങി, പാട്ടിറങ്ങി, പടം ഇറങ്ങി, ഭയങ്കര ഹിറ്റ്. നിറക്കൂട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം മമ്മൂട്ടി ഒരു പ്രത്യേക റോളിൽ അഭിനയിച്ച് വളരെ എന്താ പറയുക പരസ്യവും അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയൊക്കെ കാണിച്ച ഒരു സിനിമയാണ്. അപ്പോൾ എനിക്കിതൊരു എന്താ പറയുക സന്തോഷവും, അതേസമയം ഞാൻ അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് എനിക്ക് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അതിൽ 3 മരണം. അപ്പം സന്തോഷവും സങ്കടവും ഒരുപോലെ തന്ന ഒരു പാട്ടാണ് നിറക്കൂട്ടിലെ പൂമാനമേ. അങ്ങനെ ഞാൻ സിനിമയിൽ നിന്ന് അകന്നു. കാരണം അന്നത്തെ സിനിമ എന്ന് പറയുന്നത് മദ്രാസിലാണ്. പാട്ടുകളുടെ റെക്കോർഡിംഗ് എല്ലാം ഭൂരിപക്ഷവും മദ്രാസിലാണ്. അപൂർവം പാട്ടുകൾ മാത്രമേ തിരുവനന്തപുരത്ത് അന്ന് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് സ്റ്റുഡിയോസൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഞാൻ സിനിമയിൽ നിന്നും അകന്നു. പക്ഷേ കാസറ്റ് ഇൻഡസ്ട്രി 82 മുതൽ പതുക്കെ ഇങ്ങനെ കയറി വരുന്ന ഒരു സമയമായിരുന്നു.
അപ്പോൾ കാസറ്റ് വിടാൻ എനിക്കൊരു മനസ്സുണ്ടായില്ല. അങ്ങനെ ഞാൻ 88 എറണാകുളത്തേക്ക് താമസം മാറ്റി. 82 മുതൽ ഞാനിവിടെ ഉണ്ടെങ്കിലും 88 മുതൽ ഞാനിവിടെ സ്ഥിരതാമസമാക്കി. അപ്പോൾ എൻ്റെ ഗാനമേളകളിലൊക്കെ പണ്ട് ഞങ്ങൾ ഒന്നിച്ച് പരിപാടികൾ നടത്തുന്ന സമയത്ത് സിദ്ദിഖും ലാലും ഒക്കെ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേ മുതലേ ഞങ്ങൾ തമ്മിൽ അറിയും. അപ്പോൾ ഇവർ ആ സമയത്ത് പുതിയ പടത്തിൽ ഡയറക്ടർമാരായിട്ട് വരുന്നു, ഫാസിലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുന്നു, അത് കഴിഞ്ഞ് അവരുടെ സ്വന്തം പടങ്ങളായിട്ട് വരുന്നു. അപ്പോൾ ആദ്യത്തെ പടം ഇറങ്ങി, റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ വന്നു. അപ്പം ഞാനും താമസിക്കുന്ന ഹോട്ടലിൽ അന്ന് എനിക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു ഇവിടെ എറണാകുളത്ത്, ഒരു നാസർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എയർലൈൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ. അപ്പോൾ നാസറിൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷയും എന്താ പറയുക, എന്നോട് വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ നാസർ എനിക്ക് അവിടെ ഒരു വലിയൊരു മുറി എനിക്ക് തന്നിരുന്നു. അങ്ങനെ അതിൻ്റെ താഴെ ഈ സിദ്ദിഖും ലാലും വരും. അപ്പോൾ അവരുടെ ആദ്യത്തെ 1-2 പടങ്ങൾ ഇങ്ങനെ ഇറങ്ങി, റാംജി റാവു സ്പീക്കിങ്, മാന്നാർ മത്തായി ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സമയം. അപ്പം ഞാൻ വൈകുന്നേരം ചില സമയത്ത് കാർ ഷെഡിൽ നിൽക്കുമ്പം ഇവരവിടെ വരും. അവിടെ ഒരു ബോബി എന്ന് പറഞ്ഞൊരു ബോബി ഹോർമിസ്, അദ്ദേഹം വലിയൊരു അന്നത്തെ പരസ്യ ഡയറക്ടറായിരുന്നു. അപ്പോൾ ബോബിയെ കാണാനായിട്ട് ഇവരവിടെ വരും. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇവർ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് വേദിയിലൊക്കെ ഇങ്ങനെ പാടി നടന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മിമിക്രി പാട്ടുമൊക്കെ കാണിച്ച് നടന്നിട്ടുണ്ടല്ലോ, പുതിയ പടത്തിൽ നമുക്കൊന്നും ചാൻസ് ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖ് എന്നോട് പറഞ്ഞു, മാർക്കോസ് നമ്മുടെ ഒരു പടം വരുന്നുണ്ട്, നോക്കട്ടെ, നമുക്ക് നോക്കാം, ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ഓരോക്കെ അവർക്കറിയാം. അപ്പോൾ ഞാനും വിചാരിച്ചു നല്ലൊരു ഇതിൽ കൂടെ വന്നാലേ നമുക്ക് ഇനി ഒരു എൻട്രി ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഈ ഗോഡ് ഫാദർ വരുന്നത്. അപ്പോൾ അതിലെ പാട്ട് ഈ പറഞ്ഞാൽ എന്താ പറയുക, എല്ലാം കൊണ്ടും അതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറി. പടവും ഒരുപാട്, എനിക്കൊന്ന് 500 ദിവസത്തിലേറെ ഓടിയൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ അതങ്ങ് ഭയങ്കര ഹിറ്റായി. ആ പടവും പാട്ടും എല്ലാം ഹിറ്റായി. അങ്ങനെ ഒരു ഓർമ്മയാണ് എനിക്ക്. അതായത് എൻ്റെ ഈ അപകടം കഴിഞ്ഞ് ഞാൻ പാടുന്ന ആദ്യത്തെ പാട്ടാണത്. ഒരു തമാശ പോലെ ചോദിച്ചതാണ് അവസാനം ഈ പാട്ടില്. അതെ, വെറുതെ ഒന്ന് ചോദിച്ചാണ്, നമ്മൾക്കൊന്നും അവസരമൊന്നും തരുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞാലേ എന്താ പറയുക, അതൊരു നിമിത്തമായി. മാത്രമല്ല, ഞാൻ അപകടം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് പാടുന്ന ഒരു പാട്ടാണ്. 86 കഴിഞ്ഞ് വേണ്ട 91-ലാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. അത് ഈ പറഞ്ഞാൽ ജനം ശ്രദ്ധിച്ചു, പാട്ട് ഹിറ്റായി. പിന്നെ അങ്ങോട്ട് ഉടനെ തന്നെ കടലോരക്കാറ്റ്, പിന്നെ ജൂനിയർ മാൻഡ്രേക്ക്, അങ്ങനെ കുറേ പടങ്ങൾ കിട്ടി. അങ്ങനെ വന്നപ്പോഴാണ് ഇതിലെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ്. ഇപ്പം കാബൂളിവാല, അതിലെ പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതു വഴിയേ, അതും ഒരുപാട് ഹിറ്റായ ഒരു പാട്ടാണ്. അതേപോലെ ജൂനിയർ മാൻഡ്രേക്കിലെ എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, ഈ നാനും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, എൻ്റെ കൂടെ നീയും വാത്തമ്മ ചുന്ദരി വാങ്ങിത്തരാം ചാന്ത് ചിന്തൂരം, വേറൊരു ശൈലിയിലുള്ളൊരു പാട്ട്. അതേപോലെ അങ്ങനെ പാടി ഇങ്ങനെ വരുന്ന സമയത്താണ് മമ്മി സെഞ്ചുറിയുടെ 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിൽ അപ്പം ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ബോംബെ രവിയാണ് സംഗീതം. അപ്പോൾ അതിൽ ഒരു സെമി ക്ലാസിക്കൽ ഒരു പാട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും അത് യേശുദാസനാണ്, അറിയാമല്ലോ. സൂക്ഷം പോലെ ദാസേട്ടൻ ഇവിടെ ഇല്ല, അദ്ദേഹം അമേരിക്കയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഛായയിലുള്ള ആരെങ്കിലും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മമ്മിയായിട്ട് എനിക്ക് അന്ന് നല്ല അടുപ്പമാണ്. മമ്മിയുടെ കുറേ പാട്ടുകൾ ഞാൻ പാടി കൊടുത്തിട്ടുണ്ട് കാസറ്റുകളിൽ. സെഞ്ചുറി കാസറ്റ് എന്ന് പറഞ്ഞൊരു കാസറ്റ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പാട്ടുകൾ ഞാനന്ന് പാടി കൊടുത്തിട്ടുണ്ട്. അപ്പം മമ്മി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാർക്കോസിനെ കൊണ്ട് പാടിക്കാം ഈ പാട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ബോംബെ രവിയുടെ ഈ പാട്ട് പാടാനുള്ളൊരു അവസരം എനിക്ക് തുറന്നു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു കക്ഷിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചു, അപ്പോൾ ദാസേട്ടനെ കൊണ്ട് പാടിക്കാനായിട്ട് സമയമെടുക്കും, കാരണം അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരണം. പിന്നെ പാട്ട് അവിടെ അയച്ചു കൊടുത്ത് ഇത് പെട്ടെന്ന് പാടിക്കിട്ടുമെന്നൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെ തീരുമാനിച്ച് പെട്ടെന്ന് ആണ് എനിക്ക് ഈ പാട്ട് കിട്ടുന്നത്. അത് ഒരു സെമി ക്ലാസിക്കലാണ്. അനാദിഗായകൻ പാടുന്നു അറിവിൻ മുറിവുള്ള മാനസത്തിൽ, അമ്പലനടയിലെ ആലിലയിൽ അനാദിഗായകൻ പാടുന്നു. അതിനകത്ത് അനുപല്ലവിൽ വരുമ്പോഴാണ് ഈ സ്വരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ആ ഗാനകലയുടെ അലയൊലികൾ
അനുഭൂതികൾ തൻ ഉതിർമണികൾ ആത്മാവിൻ തന്ത്രിയിൽ ആവാഹിച്ചെടുത്തു ഗായകർ ഞങ്ങൾ സ്വരമാല കോർത്തു സരിഗരി സരി സനി പനി സരി ഗമ പദ പദനി പദ പമ ഗമ പദനി സരിഗ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നൊരു രീതിയായിരുന്നു അതിൻ്റെ. അപ്പം അങ്ങനെ ആ പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടമായി. അങ്ങനെയാണ് ആ പാട്ട് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ തമ്പി കണ്ണന്താനത്തിൻ്റെ ഫ്രീഡം, അതേപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ കടലോരക്കാറ്റ്, അതിലെ നല്ലൊരു പാട്ടായിരുന്നു. കടലേഴും താണ്ടുന്ന കാറ്റേ കടലോരക്കാറ്റേ നീ വായോ തിരപാടും താളത്തിനാടി ഒരു തോണി അമ്മാനമാടി. ഞാൻ ചിത്രയും കൂടെ പാടിയൊരു പാട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയായിരുന്നു ഫ്രീഡം. അതിൽ മോഹൻലാൽ കുഞ്ഞിനെ താരാട്ട് പാടി ഓർക്കുന്നൊരു പാട്ടുണ്ട്. താലോലം പൂം പൈതലേ താരാട്ടാൻ വാ തന്നലെ ഈ താമരപ്പൂം കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ കുളിർമുത്തം നൽകാൻ വാ താലോലം പൂം പൈതലേ അങ്ങനെ തുടങ്ങുന്നൊരു പാട്ട്. അതേപോലെ തന്നെ തമ്പി കണ്ണന്താനത്തിൻ്റെ ആയിരുന്നു ഫ്രീഡം. അതിൽ വേറൊരു ശൈലിയായിരുന്നു, അതായത് രണ്ടെണ്ണം അടിച്ചിട്ട് പാടുന്ന ഒരു ശൈലിയാണ് അത്. രാവിന്റെ പാതിയിൽ സൂര്യനുദിച്ചാൽ പല മാന്യന്മാർ മോന്തണതെന്തൊരു കള്ള, ഇങ്ങനെ അങ്ങനെ പാടുന്നൊരു. അപ്പൊ നമ്മള് സ്മോൾ അടിച്ചില്ലെങ്കിലും സ്മോൾ അടിച്ച പോലെ അതെ, അങ്ങനെയൊക്കെ ഉള്ള കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വരയും കൂടെ ശരിയായാലല്ലേ സിനിമ എന്ന് പറയുന്നതിലേക്ക് കൂടുതലായിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. അവര് പ്രൊഡ്യൂസർമാർ അന്ന് ഇന്നത്തെ പോലെ ഒരു 1 കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു പടം എടുത്തേക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരായിരുന്നില്ല. അന്ന് കുറേ കമ്പനികളായിരുന്നു. ഇപ്പം നവോദയ, ഉദയ, മഞ്ഞിലാസ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു, നല്ല കമ്പനികൾ. അപ്പോൾ അവർ നല്ല പിന്നെ എഴുത്തുകാരുടെ നോവലുകൾ അല്ലെങ്കിൽ നല്ല കഥ തന്തുക്കളൊക്കെ എടുത്തിട്ടായിരുന്നു സിനിമയാക്കിയിരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെയായിരുന്നു അവർ എടുത്തിരുന്നത്. അഭിനേതാക്കളായാലും പാട്ടുകാരായാലും പിന്നെ സംഗീത സംവിധായകരായാലും ഒക്കെ അവർ അങ്ങനെ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അത് ഫിക്സഡാണ്. നമുക്ക് അതിനകത്ത് കൊണ്ടുവന്ന് കുത്തിക്കയറ്റി നമ്മളെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടേതായ ഒരു ലെവലിലേക്ക് നമ്മളെ എത്തിച്ചിട്ടില്ല. നമുക്ക് അവസരങ്ങൾ കിട്ടിയാലല്ലേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസരം അന്ന് കിട്ടിയിരുന്നില്ല. അപ്പോൾ അന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്നവരെ തന്നെയാണ് പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് അതിൻ്റെ മാക്സിമം കിട്ടും. അപ്പം നമ്മളെയൊക്കെ പരീക്ഷിക്കാൻ അന്ന് ആർക്കും അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കാലവും കടന്നു. നമ്മുടെ കാലമായപ്പം വേറൊരു രീതിയായി, ന്യൂജൻ എന്ന് പറഞ്ഞൊരു രീതിയായി. അപ്പോൾ അപ്പോഴും നമുക്ക് അവസരമില്ല, അന്നും അവസരമില്ല, അങ്ങനെയായി. അപ്പോൾ ഇത് ഈ പറഞ്ഞാൽ ഒരു തലവരയും കൂടെ വേണം. അതെ അതെ സാർ, ഇപ്പോൾ ഗോഡ് ഫാദറിലെ ആ ഒരു പാട്ട് കുറച്ച് ഒരു 2 വരി ഒന്ന് പാടാമോ? ഓ തീർച്ചയായിട്ടും. പിന്നെ അത് പറഞ്ഞാല് ഇൻസ്റ്റന്റ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു എനർജി. രണ്ടാമത്തെ ജന്മത്തിൽ കിട്ടിയ പാട്ടാണ്. ആദ്യത്തെ 81 കന്നിപ്പൂമാനം. ഇത് 91 വീണ്ടും അപകടം കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോൾ കിട്ടിയ പാട്ടാണ്. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടം വരവെതിരേറ്റിടാം ആചാര കഥന മുഴക്കിടാം ടപ്പോ ടിപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ കഥയറിയാത്തവരെ ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ ആഡംബരമൊത്തിരി വേണേ ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം അമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പൊ. അപ്പൊ സാർ ഫിലിം പ്ലേബാക്ക് സിംഗിങ്ങില് ഇടയ്ക്കിടെ ഇതുപോലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്തായിരിക്കും? അത് കൂടുതൽ ഇത് തന്നെയായിരുന്നു. അതായത് ഞാൻ സിനിമ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം പണ്ടും 81 മുതലേ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടില്ല. പാടുക എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിരുന്നു. മാത്രമല്ല അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ മാക്സിമം ഗാനമേളകൾ ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പം 30-35 പ്രോഗ്രാമൊക്കെ ഒരു മാസം ചെയ്യുമായിരുന്നു. അന്ന് ഗാനമേളകളുടെ ഒരു കാലമാണ്, ഉത്സവങ്ങൾ ഒരുപാടുള്ള സമയമാണ്.
അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ എടുത്തു വെക്കും. നേരത്തെ നമ്മൾ 1 മാസം 2 മാസം മുമ്പൊക്കെ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുന്ന. അപ്പോൾ പോകാതിരിക്കാനും പറ്റത്തില്ല. അയ്യോ സിനിമ കിട്ടിയെന്നും പറഞ്ഞ് ഇത് കളയാനും പറ്റത്തില്ല. കാരണം ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്താൽ നമ്മൾ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനിടയ്ക്കായിരിക്കും ആരെങ്കിലും വന്നിട്ട് ഒരു സിനിമയുടെ കാര്യം പറയുന്നത്. അപ്പം നമ്മൾ ആ സിനിമ അങ്ങ് വിടും. അപ്പം പിന്നെ ആൾക്കാർക്കും ഒരു തനിക്ക് സിനിമ വേണോ എന്ന് ഈ തമ്പിച്ചായൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം പുള്ളി എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ വലിയ ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു തമ്പിച്ച പുതിയ പടമൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് അതിന് നിനക്ക് പുതിയ പടമൊക്കെ വേണോ, നീ ഗാനമേളയായിട്ട് നടക്കുകയല്ലേ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അന്നേരത്തെ ഒരു കാലം അങ്ങനെ ആയിരുന്നു. കുറച്ച് ഗ്യാപ്പ് അങ്ങനെ വന്നു. പിന്നെ ഞാനിങ്ങനെ അധികം കാണാൻ പോകാറില്ല ആരെയും. വല്ലപ്പോഴും എവിടെങ്കിലേക്ക് വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ പ്രൊമോഷൻ നടത്തിയിട്ടില്ല. അപ്പം അത് പല രീതിയിൽ എടുത്തിട്ടുണ്ട്. ചിലർ ജാടയാന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ജാടയല്ല, നമുക്ക് നമ്മളെ അറിയപ്പെടുത്താനുള്ള ശ്രമം. പിന്നെ പൈസ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം അപ്പനും അപ്പൂപ്പനും ഒക്കെ ഡോക്ടർമാരായിരുന്നു. അതിൻ്റെ ഇത് പറഞ്ഞത് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മുടേതായ രീതിയിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങിയതാണ്. ആകണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ ഓടി നടന്നത്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലരെയും പോയി കാണാൻ പറ്റാതായിട്ടുണ്ട്. അപ്പം അതൊക്കെ പല രീതിയിൽ മനുഷ്യനല്ലേ, പൊതുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ലത് മനസ്സിൽ കണ്ടാലും അവരത് നല്ലത് കാണണമെന്നില്ല. ഇപ്പം ഏത് കാര്യവും മാർക്കോസിനെ സംബന്ധിച്ച് പറയുമ്പം യേശുദാസുമായിട്ട് കൂട്ടിക്കെട്ടും. നമുക്ക് യേശുദാസിനെ പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം അദ്ദേഹമാണ് എൻ്റെ ആരാധനാമൂർത്തിയും എൻ്റെ എല്ലാം. തുടക്കവും ഇന്നും അന്നും ഒക്കെ എല്ലാം അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അത് വിട്ടിട്ടൊരു കളി നമുക്കില്ല. പക്ഷേ ഇദ്ദേഹം എപ്പോൾ സംസാരിച്ചാലും യേശുദാസിനെ പറ്റിയേ പറയാറുള്ളൂ. യേശുദാസിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കെന്നല്ല ഒരു മലയാളിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ള എന്ന് പറയുന്നത് എനിക്കൊരു മാരണമായിട്ട് മാറി. ഈ വെള്ള ഇട്ടാൽ അത് മാർക്കോസിനെ സംബന്ധിച്ചിടത്തോളം മാരണമാണ്. ബാക്കി ആരിട്ടാലും കുഴപ്പമില്ല. കാരണം അവർക്ക് ഈ ശബ്ദമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെ ഡെപ്ത് ഇല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്താലും അത് ഉടനെ അത് കോൺട്രവേഴ്സി ആകും. അങ്ങനത്തെ ഒരു തലയിലെഴുത്ത്. ഇപ്പം 53 വർഷമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ 13-14 വയസ്സിൽ തുടങ്ങിയതാണ്. എന്നുവെച്ചാൽ അപ്പൻ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ഒരു 1940s ആതുര ശുശ്രൂഷ രംഗത്തുള്ള എല്ലാവരും തന്നെ, ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, അറ്റൻഡർമാർ എന്ന് വേണ്ട ഹോസ്പിറ്റലിലുള്ള എല്ലാവരും വെള്ള വസ്ത്രമായിരുന്നു. എൻ്റെ ചെറുപ്പ കാലത്തൊക്കെ എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. ഞാൻ അന്ന് ഇതുപോലെ ഒരുപാട് ഹോസ്പിറ്റലുകളൊന്നുമില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നുമില്ല. അപ്പം നമ്മൾ ചെല്ലുന്ന ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെയുള്ള ഡോക്ടർമാർ വെള്ള വസ്ത്രധാരികളായിരുന്നു, അതുപോലെ സ്റ്റാഫും. അത് കഴിഞ്ഞ് കാലക്രമേണയാണ് ഇതെല്ലാം മാറിയിട്ട് പിന്നെ കളർ വേഷവും ഒക്കെ വന്നത്. പക്ഷെ അപ്പോഴും അവരൊരു വെള്ള കോട്ടിടും. അത് ആ മെഡിക്കൽ എത്തിക്സിലുള്ളതാണ്. കാരണം അവരുടെ മനസ്സിൻ്റെ നിർമ്മലത കാണിക്കുന്ന ഒരു വസ്ത്രമായിട്ടാണ് ഈ വെള്ള വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പനൊക്കെ മരിക്കുന്നവർ ഈ വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമായിരുന്നു. അവർക്കാർക്കും വെള്ള ചെരുപ്പും വെള്ള വാച്ചും ഒന്നുമില്ല, പക്ഷെ വെള്ള വസ്ത്രധാരികളായിരുന്നു. അപ്പോൾ അപ്പന് ഞങ്ങൾ 3 ആണുങ്ങളായിരുന്നു മക്കൾ ആദ്യത്തെ. അപ്പോൾ എനിക്കും ചേട്ടനും അനിയനും അപ്പന് വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ വെള്ളയായിരിക്കും മിക്കവാറും. 2 അന്നത്തെ സ്കൂളുകളിലൊക്കെ വെള്ള ഷർട്ടും കാക്കി നിക്കർ അല്ലെങ്കിൽ നീല നിക്കർ, ഇത് 2 ഉള്ളായിരുന്നു. ഇന്നത്തെ പോലെ വെറൈറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പം വെള്ള ഷർട്ട് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ സ്കൂൾ അനുസരിച്ചിട്ട് കാക്കി നീലയും മാറിക്കൊണ്ടിരിക്കും നിക്കർ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ 9th പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂൾ സെക്രട്ടറി ആയി. അപ്പോൾ സ്കൂൾ സെക്രട്ടറിയുടെ വേഷം എന്ന് പറഞ്ഞാൽ വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമാണ്. അപ്പോൾ 9ഉം 10ഉം ഞാൻ സ്കൂൾ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ള വസ്ത്രം ഇട്ടിരിക്കുമ്പോഴാണ് ഞാൻ ദാസേട്ടനെ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഉണ്ട്, പാടുകയും ചെയ്യും. എന്നാൽ പിന്നെ ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നത്. ഇപ്പോൾ 53 വർഷമായി ഞാൻ ഈ വെള്ള വസ്ത്രം മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പലപ്പോഴും കളറൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കണ്ണാടിയുടെ മുമ്പേ നിൽക്കുമ്പോൾ ഇത് ശരിയാവില്ല എന്ന് തോന്നും. അപ്പോൾ അത് കാരണം വീണ്ടും വെള്ള തന്നെ ആക്കും. പിന്നെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ കാരണം ഈ ആൾക്കാർ പറഞ്ഞ് ഉള്ള ഒരു ഇത് കാരണം ഇച്ചിരി കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ സാർ ഗാനമേളകളെ കുറിച്ച് പറയുമ്പോൾ ഗാനമേളകളിൽ പാടുന്നതും സിനിമയിൽ പാടുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഏതായിരിക്കും? സാറിന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്നത് എപ്പോഴായിരിക്കും?
സ്വാതന്ത്ര്യം തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ റെക്കോർഡിങ്ങിനാണ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ദേവരാജ മാഷിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ജോൺസൺ മാഷിൻ്റെ മുമ്പിലോ ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ അവരെങ്ങനെ പറഞ്ഞു തന്നോ അതുപോലെ പാടിയില്ലെങ്കിൽ എന്തോ വലിയ കുഴപ്പമാണ്. കാരണം നമുക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പം നമ്മൾ അവരെങ്ങനെ പറഞ്ഞു തരുന്നോ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാണ് നമ്മുടെ പണി. അത് മാത്രമല്ല, നമ്മൾ കയ്യിൽ നിന്ന് കാണിട്ടാൽ അത് അവർ സമ്മതിക്കത്തതുമില്ല, മിക്കവരും സമ്മതിക്കാറില്ല. കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അന്നത്തെ കാലത്ത് അത് അങ്ങനെയാണ്. അപ്പം ഇന്നിപ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളവിടെ നമ്മൾ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡായി. അല്ല അത് ഇത് പോരെ എന്ന് ചോദിക്കുമ്പം, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ നന്നാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരും പറയാം ആ മനോ വെച്ചോ കുഴപ്പമില്ല എന്ന് പറയും. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം റെക്കോർഡിങ്ങിന് നമുക്ക് അന്നില്ലായിരുന്നു. അപ്പം ഗാനമേളയ്ക്കാവുമ്പം നമുക്ക് കുറേ കൂടെ ഫ്രീ ആണ്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഓർക്കസ്ട്ര, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അവരവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ നേരത്തെ വീട്ടിൽ പോകുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട പാട്ടുകൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പാടിക്കൊടുക്കുക. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അപ്പോൾ ഗാനമേളയ്ക്ക് ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞാലും പാടുമായിരുന്നു. ചിലപ്പോൾ 3.5 മണിക്കൂർ 4 മണിക്കൂർ വരെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഈ അന്നൊക്കെ നമ്മൾ തുടങ്ങുന്ന പാട്ടും അവസാനിക്കുന്ന പാട്ടും മിക്കവാറും എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് സോങ് വരുന്നതിന് മുമ്പ് ഇവർ ഗ്രിങ്ങെന്നിടും. കാരണം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ചേട്ടാ സമയമായി നിർത്തിക്കുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് അടുത്ത പാട്ട് പറയും. അപ്പോൾ അവർ വീണ്ടും പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് 2-3 പാട്ട് ഗ്രിങ്ങെന്നിടും. പിന്നെ കാരണം സമയമായി നിർത്തണം. അപ്പോൾ അങ്ങനെ ഞാൻ ഓഡിയൻസിന് വേണ്ടി പാടുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെയാണ്. കാരണം അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാവർക്കും. ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല. പക്ഷെ അതൊക്കെ പഠിച്ചു വന്നപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി, വയസ്സുമായിപ്പോയി. പക്ഷെ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ഈ വരുന്ന 19-ാം തീയതി എൻ്റെ സ്വന്തം പരിപാടിയുണ്ട്. അതുപോലെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ തൊഴുവങ്കോട് ക്ഷേത്രത്തിൽ ഗാനമേളയുണ്ട്. അവിടെയൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് പാടുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അങ്ങനെയായിരുന്നു അന്നും ഇന്നും. അപ്പോൾ സ്വാതന്ത്ര്യം ചോദിച്ചാൽ പിന്നെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സ്റ്റേജിലാണ്. പക്ഷെ ഇന്നിപ്പോൾ ഏതാണ്ട് രണ്ടും ഒരുപോലെയാണ്. കാരണം നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം വന്നപ്പം റെക്കോർഡിങ്ങിനാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് അല്ല അത് ഒന്നുകൂടെ പാടാം എന്ന് പറയും. ചിലപ്പോൾ അവർ ഓക്കെ പറഞ്ഞാലും ഇല്ല അത് ഞാൻ ഒന്നുകൂടെ പാടാം എന്ന് പറഞ്ഞിട്ട് പാടും. അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ പാടുമ്പോൾ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങ് പാടും. അപ്പോൾ ആ ചേട്ടാ അത് നമുക്ക് അല്ല ഇത് ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ, ഇല്ല അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം. വേണമെങ്കിൽ അവർക്ക് മറ്റേത് ഉപയോഗിക്കാം. അത് കാണുമല്ലോ, ഇപ്പോൾ ഒരുപാട് ട്രാക്സ് ഉള്ളതുകൊണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം ഇപ്പം കിട്ടുന്നുണ്ട്. കന്നിപ്പൂമാനം ആ ഒരു സോങ് അല്പം ഒന്ന് പാടാമോ? പിന്നെ തീർച്ചയായിട്ടും. അത് ഇപ്പം ആദ്യത്തെ കുഞ്ഞ് എന്ന് പറയുന്നത് പോലെ, അതെ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ പാട്ടാണ്. തീർച്ചയായിട്ടും പാടാം. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ തൈമണി തന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. ആദ്യത്തെ പാട്ട്. വണ്ടർഫുൾ സർ. ഇപ്പോൾ ഗാനമേളകൾക്ക് പണ്ടുള്ളതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പണ്ട് ഈ കേൾക്കാൻ വരുന്നവരും പാടാൻ നിൽക്കുന്നവരും, അത് പാട്ടുകാരായാലും ശരി ഉപകരണക്കാരായാലും ശരി, ഈവൻ സൗണ്ട് പോലും നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ജനത്തിന് അറിയാമായിരുന്നു. അവർക്ക് 90% ഒരു പാട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ല, അവർക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകൾ കേൾക്കാനാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത് മിക്കവാറും റെക്കോർഡ് അവർ പഠിച്ചു വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പാടാൻ നിൽക്കുന്നവർ കൃത്യമായിട്ട് പഠിച്ചിട്ട്, പ്രത്യേകിച്ചും അതിൻ്റെ കയറ്റിറക്കങ്ങളും അതേപോലെ ശബ്ദവും ഒക്കെ നോക്കിയിട്ടാണ് അവർ പാടിയിരുന്നത്, ആണും പെണ്ണും. അതേപോലെ ഓർക്കസ്ട്ര എല്ലാം ഇരുന്ന് പഠിച്ചിട്ടാണ് അവർ കീബോർഡായാലും ഫ്ലൂട്ടാണേലും ഗിറ്റാറാണേലും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്നിട്ടാണ് അവർ പാടിയിരുന്നത് അല്ലെങ്കിൽ വായിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പം നമുക്ക് തോന്നിയവാസം പാടാം. അതിന് ഇപ്പം ഒരു പാട്ടിനൊരു വിരുത്തമുണ്ട്. ആ വിരുത്തം വേണമെന്നില്ല, ഇടയ്ക്കുന്ന് കയറി അങ്ങ് തുടങ്ങും. അങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ട്
ഓർക്കസ്ട്രക്കാരന് വിട്ടുകൊടുക്കും. അവനും ഒറിജിനൽ മ്യൂസിക് അല്ല വായിക്കുന്നത്, അവനും തോന്നിയാസം വായിക്കുക. അപ്പം എന്നിട്ടിത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, കയറേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരും. അവിടുന്ന് നമ്മൾ അടുത്ത് അനുപല്ലവിയോ ചരണം എന്താണെന്ന് വെച്ചാൽ കയറിയിട്ട് പല്ലവി കൂടെ വന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ അതിനവർ ഇംപ്രവൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇംപ്രവൈസേഷൻ നമുക്ക് മാത്രമല്ല, ഇത് ചെയ്തവർക്ക് അറിയത്തില്ലേ. ഇപ്പം ബാബുരാജനോ ദേവരാം മാസ്റ്റർക്കോ ദക്ഷിണാമൂർത്തി സ്വാമിക്കോ അല്ലെ അതുപോലുള്ളൊരു മ്യൂസീഷ്യനോ ഒരു പാട്ട് ചെയ്യുമ്പോൾ അത് ഇന്ന രാഗത്തിലാണ്, ഇന്ന സ്വരങ്ങളാണ്, ഇന്ന പോലൊക്കെ പാടാം എന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. കാരണം ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ പറയുമ്പോൾ, പ്രത്യേകിച്ച് മോളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറയാം, ഒരു സിനിമയുടെ സിറ്റുവേഷൻ പറയുമ്പോൾ ഒരു പ്രേമപ്പാട്ട്, ആ പാട്ടിനകത്ത് ഇന്ന മൂവ്മെൻറ്റ്സ് ഉണ്ട്, മരം ചുറ്റിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പണ്ടങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് 3.5 മിനിറ്റിൽ ആ പാട്ട് തീർക്കണം. 3.5 മിനിറ്റ് എന്നുള്ളൊരു ടൈമുണ്ട്, മാക്സിമം 4 മിനിറ്റ്. ആ 4 മിനിറ്റിനുള്ളിൽ ഈ പാട്ടിനകത്ത് സകല കാര്യങ്ങളും തീർക്കണം. അപ്പോൾ അതിന് അവർ ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇംപ്രവൈസ് ചെയ്ത് പോകാനോ രാഗം വിസ്തരിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് വർണ്ണിക്കുക, എന്നിട്ട് പറയും ഇംപ്രവൈസേഷനാന്ന് പറയും. അതാണ് ഇന്നത്തെ ഒരു തലമുറ. എന്നിട്ട് അത് മാത്രമല്ല, തോന്നിയ പോലെ പാടുക. എന്നാൽ അത് വൃത്തിയായിട്ട് അവൻ എങ്ങനെ പാടിയോ അതുപോലെ പാടുക, അതുമില്ല. അതുപോലെ ഓർക്കസ്ട്രക്കാർ പഠിക്കണ്ട ഇപ്പം. മറ്റേതല്ല, പഠിച്ചിട്ട് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ അവർ പറയും ശരിയായില്ല ഏട്ടാ എന്ന് പറയും. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ എങ്ങനെ വേണേലും വായിക്കാം. കുറച്ച് പുകയും ലൈറ്റും ബഹളവും ഒക്കെ മതി. കാരണം അവർ 50,000 വാറ്റ് ശബ്ദമൊക്കെ വെച്ചിട്ട് കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ആർക്കും. അതാണ് ഇപ്പോഴും. പണ്ടതല്ലായിരുന്നു, കൃത്യമായിട്ട് നമ്മൾ പാടണം. അല്ലെങ്കിൽ പണ്ട് ഈ പാട്ടുകൾ ആരംഭിച്ച കാലത്ത്, ഐ മീൻ ഗാനമേളകൾ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട്. ആ കാലത്താണ് ഈ മൈക്ക് കയ്യിലെടുത്ത് പാടാൻ തുടങ്ങിയത്. ഞങ്ങളൊക്കെ പാടുമ്പോൾ അത് ഇരുന്ന് പാടി, അത് കഴിഞ്ഞ് പിന്നെ നിന്ന് പാടി. അപ്പോഴും മൈക്ക് സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കും, നമ്മൾ ആ മൈക്കിൻ്റെ തണ്ടയിൽ പിടിച്ച് നിന്നൊക്കെ പാടിയിട്ടുണ്ട്. പിന്നീട് അത് ഊരി കയ്യിലെടുത്ത് വെച്ച് പാടാൻ തുടങ്ങി. ഇപ്പോൾ കോഡ്ലെസ് ആയപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി പാടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആദ്യം ഈ പാട്ട് പിന്നെ അല്പം ആടിപ്പാടുന്ന ഒരു കാലം വന്നു. അതായത് മറ്റേ കമലഹാസൻ്റെ മറ്റേ SPB പാടിയ ഒരു പാട്ടുണ്ട്, എങ്കേയും എപ്പോതും. ഈ പാട്ടൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഒരു ഗായകൻ, അറിയപ്പെടുന്ന വലിയൊരു പിന്നെ പ്രസ്ഥാനത്തിലെ പാട്ടുകാരനാണ്. അപ്പം പുള്ളി ഇച്ചിരി ആടിയൊക്കെയാണ് പാടുന്നത്, നന്നായിട്ട് പാടുകയും ചെയ്യും. പക്ഷെ ഇത് ഇഷ്ടപ്പെടാതെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആൾക്കാർ താഴെ നിൽക്കടാ, താഴെ നിന്ന് പാടറാന്ന് പറയുന്നൊരു സമയം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ മര്യാദയ്ക്ക് ഇന്ന് പാടാൻ പ്രയാസമാണെന്നായിരുന്നു അന്നത്തെ ഒരു ധാരണ. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ജാനകിയമ്മ പാടുമ്പോഴും ദാസേട്ടൻ പാടുമ്പോഴും ഒക്കെ ആൾക്കാർ പറയും, അയ്യോ എത്ര ഹൈ പോയിട്ടും പുള്ളി അനങ്ങിയില്ല കേട്ടോ. അതുപോലെ ജാനകിയമ്മയുടെ ചില പാട്ടുകളൊക്കെ ചുണ്ട് മാത്രമേ അനങ്ങത്തില്ല എന്ന് പറയുമായിരുന്നു. അപ്പം അത് ഇന്ന് മാറി ഇങ്ങനെ എങ്കേയും എന്നൊക്കെ പറഞ്ഞ് ചാടാൻ തുടങ്ങി. താഴെ നിൽക്കടാ, താഴെ നിന്ന് പാടറാന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇന്ന് താഴെ നിന്നാൽ രക്ഷയില്ല, ഇന്ന് ചാടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ്. അപ്പം ഈ കാലത്തിൻ്റെ മാറ്റം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. സ്റ്റേജ് എക്സ്പീരിയൻസ് പറയുമ്പോൾ നല്ലതായിട്ടും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെ സാറിന് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സ്റ്റേജിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്? എനിക്ക് കൂടുതലും നല്ല പ്രോത്സാഹനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. കാരണം അപൂർവം സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഓരോ ഏരിയയുടെ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് ഒരിക്കൽ പോയി, അത് സ്ഥലം ഞാൻ പറയുന്നില്ല, അതൊരു പ്രത്യേക സ്ഥലമാണ്. അവിടെ പോയിട്ട് നല്ല ക്ലാസ് പാട്ടുകളൊക്കെ പാടി, ശ്രുതിയിൽ നിന്നുയരും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി, കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും. അപ്പം ആളുകൾക്ക് അങ്ങോട്ടൊരു അനക്കമില്ല. അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് മനസ്സിലായി, ഒരു 4-5 പാട്ടൊക്കെ ആയപ്പം എനിക്ക് മനസ്സിലായി ഇത് പോവില്ല ഇവിടെ. അപ്പം ഞാനും എൻ്റെ കൂടെ ഓർക്കസ്ട്രയിൽ പാടുന്ന ഒരു ബഷീർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അപ്പോൾ ഞാനും പുള്ളിയും കൂടെ, അപ്പം ഞങ്ങൾ അടിച്ചങ്ങ് പൂസായി കൊടിച്ചെന്ന് വാറായി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് പാടി. അത് ഭയങ്കര കൈയടി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇതേ പോവുള്ളൂ. അപ്പം എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നില്ല.